മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി കാർബൈഡ് ഗൺ പൊട്ടിച്ച 14 കുട്ടികൾക്ക് കാഴ്ചശക്തി നഷ്ടമായി. 100-ലേറെ കുട്ടികൾ ഭോപ്പാലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോക്കുവിറ്റ 5 പേർ അറസ്റ്റിലായിരിക്കുന്നു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നിരവധി കുട്ടികൾ ആശുപത്രിയിലുമാണ്. ഈ കാർബൈഡ് ഗൺ അത് വിൽക്കാനുള്ള അനുമതിയുണ്ടോ? എന്താണ് സംഭവിച്ചത്? അജിൽസി, വലിയൊരു ദുരന്തമാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാർബൈഡ് ഗൺ കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിച്ചത്. ഇത് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് 14 കുട്ടികളുടെ കാഴ്ചകൾ നഷ്ടമായിരിക്കുന്നത്. 150-ലധികം കുട്ടികൾ ഭോപ്പാലിലെയും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിന്റെ വിവിധയിടങ്ങളിലെയും ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സർക്കാർ നിരോധിച്ച തോക്കുകൾ ഈ ദീപാവലിയോടനുബന്ധിച്ച് ചില ആളുകൾ വിപണികളിൽ വിൽക്കുകയായിരുന്നു. ഈ തോക്കുകൾ റീലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വീഡിയോയും എല്ലാം കണ്ടുകൊണ്ടാണ് കുട്ടികൾ വീട്ടിൽ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് ഈ തോക്കുകൾ വാങ്ങിപ്പിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 200 രൂപക്കാണ് ഈ തോക്കുകൾ മാർക്കറ്റിൽ വിറ്റിരുന്നത്. ഈ തോക്കുകൾ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചത് പൊട്ടിക്കുകയും അത് ഉപയോഗിച്ച കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നത്. ഇനിയും കുട്ടികളുടെ കാഴ്ച നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ, ഗോളിയാർ തുടങ്ങിയ ഇടങ്ങളിലെ ആശുപത്രികളിലെ കണ്ണ് വിഭാഗത്തിൽ നിരവധി കുട്ടികളാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ തോക്കുകൾ വിറ്റ 5 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായിട്ട് കൂടി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ നേരത്തെ തന്നെ നിരോധിച്ച തോക്കുകളാണിത്. കാരണം ഇത് ഉപയോഗിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടമാകും. ഈ തോക്കിൽ നിന്ന് പുറന്തള്ളുന്ന വാതകം കണ്ണിന്റെ റെറ്റിനയെ കരിയിച്ചു കളയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരത്തിൽ റെറ്റിനയെ ബാധിച്ച കുട്ടികളുടെ കാഴ്ചയാണ് ഇപ്പോൾ പൂർണ്ണമായി നഷ്ടമായിരിക്കുന്നത്. കുട്ടികളെ കൂടാതെ ചില മുതിർന്നവരുടെ കാഴ്ചകൾ കൂടി നഷ്ടമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇപ്പോൾ നഷ്ടമായതായിട്ടുള്ള വിവരങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്. ദാരുണമായിട്ടുള്ള സംഭവമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. 14 കുട്ടികൾക്കാണ് കാഴ്ചശക്തി നഷ്ടമായിരിക്കുന്നത്. നിരവധി ആളുകൾ ഇനിയും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് തൗഫീഖ് അസ്ലം നൽകിയത്.